ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ ആ ബട്ടൺ ഡീറ്റെയിൽ വരുന്ന ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു ചെറിയ കാര്യമുണ്ട്. അതായത് യോക്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ താഴേക്കുള്ള ആ പോർഷൻ എത്ര വേണം എന്നുള്ളതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വീതി എന്തോരം വേണേലും എടുക്കാം, അതനുസരിച്ച് നമുക്ക് ഞുറിവിട്ട് കൊടുക്കുകയോ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയോ ഒക്കെ ചെയ്യാം. ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള ടോട്ടൽ ലെങ്ത് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഈ യോക്കിൻ്റെ ലെങ്ത് കുറച്ചെടുത്താൽ മതിയേ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ട് രീതിയിൽ സ്റ്റിച്ച് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ യോക്ക് വരെ മാത്രം ബട്ടണിങ് കൊടുത്തിട്ട് ചെയ്യാം. മറ്റൊന്ന് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യുന്ന പോലെ, ഫുള്ളായിട്ട് ബട്ടൺ ഡീറ്റെയിൽ കൊടുക്കുന്ന പോലെ. അത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പം ഞാനിവിടെ ഫുള്ളായിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ചെയ്യാൻ പോണത് ഈ യോക്ക് പീസിലേക്ക് താഴത്തെ ഫ്ലെയർ വരുന്ന ആ പോർഷൻ ഉണ്ടല്ലോ, അതിനെ ആദ്യം അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണേ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ഉൾപ്പെടെ നമ്മളിൽ പലരും ചെയ്തു പോകുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം. അതായത് നമ്മൾ ഈ പെർഫെക്ഷൻ ഫിനിഷിങ് എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു കാര്യത്തിലേക്ക് നമ്മളെ എത്തിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ. അതിലൊന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് ഈ ടോപ്പിന് യോക്ക് പോർഷനും താഴേക്ക് നമ്മൾ പ്ലീറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പോർഷനുമാണല്ലോ ഉള്ളത്. അപ്പോൾ യോക്ക് പീസിൻ്റെ നല്ല വശത്തിലേക്ക് നമ്മൾ പ്ലീറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഫ്ലെയർ പോർഷൻ, അതിൻ്റെ നല്ല വശവും തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ ചെയ്യും. പ്ലീറ്റ്സൊക്കെ ഇട്ട് നല്ലോണം ചെയ്യും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലാണ് ചെറിയൊരു മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ളത്. അതെന്താണെന്ന് കാണിച്ചു തരാവേ. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ ലൈനിങ് ഇല്ലാത്ത പീസിലാണെങ്കിൽ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഫിനിഷ്ഡാണ്. അപ്പോൾ ലൈനിങ് അറ്റാച്ച് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ചെയ്ത് പോകുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക്, അതായത് ഇപ്പോൾ യോക്ക് താഴെയാണ്, അതിൻ്റെ മുകളിൽ പ്ലീറ്റ്സ് വന്നിട്ടുള്ള ആ പോർഷൻ, അതായത് ആ ഫ്ലെയർ വന്നിട്ടുള്ള പോർഷൻ, അതിൻ്റെ മീതേക്ക് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് അതിൻ്റെ പ്രശ്നം എന്നുള്ളത്. പ്രശ്നം എന്താണെന്ന് കാണുമ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ. തയ്യൽ തുമ്പ് മുകളിൽ കൂടെ കാണാം. അപ്പോൾ ഇത് ഒഴിവാക്കി എങ്ങനെ തയ്ക്കുക എന്നുള്ളത് നമുക്ക് കാണാവേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് യോക്ക് പീസ് മുകളിൽ വരുന്ന പോലെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓൾറെഡി യോക്ക് പീസും ഫ്ലെയർ പോർഷനും അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ലൈനിങ് മാത്രം നമുക്കിങ്ങനെ ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ട് അറ്റാച്ച് ചെയ്ത പോർഷൻ തിരിച്ചിടുക, യോക്ക് പീസ് മുകളിൽ വരുന്ന പോലെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ പറയുന്ന പോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഞുറിവൊക്കെ ഇട്ട് കൊടുത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ജോർജറ്റൊക്കെ പോലെയുള്ള സീ ത്രൂ ആയിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ തയ്ക്കാൻ എടുക്കുന്നതെങ്കിൽ ഈ മെത്തേഡ് ചെയ്യരുത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേനും ആ സ്റ്റിച്ച് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ മറ്റേ മുന്നേ ചെയ്ത പോലത്തെ തന്നെ മെത്തേഡ് യൂസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കാണുമ്പോഴത്തേനും ഉള്ളിൽ നിന്ന് കണ്ടാലും ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് കണ്ടാലും ഒന്നും ഒരു പ്രശ്നമില്ല. കണ്ടില്ലേ തയ്യൽ. ഇത് നമുക്ക് ഓവർലോക്ക് മെഷീൻ ഇല്ലാത്തവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഫ്രണ്ട് ബട്ടൺ പീസും ഫ്രണ്ട് ബട്ടൺ ഹോൾ പീസും ബാക്ക് പീസും സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതേപോലെ. ഇനി നമുക്ക് ആ ബട്ടൺ വരുന്ന ആ പോർഷൻ്റെ അത്രയും ഭാഗം നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണമല്ലോ. അപ്പോൾ അത് എങ്ങനെ വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. ചിലപ്പോൾ ആദ്യം ഒരു അരയിഞ്ച് മടക്കി വീണ്ടും ഫോൾഡ്, അതായത് നമ്മൾ ആ മാർജിൻ കൊടുത്തിട്ടുണ്ടല്ലോ ആ സ്ട്രെയിറ്റ് ലൈൻ പോലെ, അവിടം വരേക്കും ഫോൾഡ് വന്ന് നിൽക്കുന്ന പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ പലവട്ടം ഇങ്ങനെ മടക്കി നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വെച്ചാലാണ് ഒരു ഭംഗി ഉണ്ടാവുക എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന പീസെന്ന് പറഞ്ഞാൽ ബട്ടൺ ഹോൾ വരുന്ന പീസാണ്. അപ്പോൾ അത് ഞാൻ മടക്കി നല്ലോണം പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് കട്ടിങ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്തോരം എക്സ്ട്രാ വേണം എന്നുള്ളത്. അപ്പോൾ അത് ഫോൾഡ് ചെയ്ത് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫ്രണ്ടിലത്തെ നെക്കോ ബാക്കിലത്തെ നെക്കോ ഒന്നും കട്ട് ചെയ്തിട്ടില്ല, നെക്ക്. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തിട്ട് വേണം ഈ ബട്ടൺ എവിടെ വേണം പ്ലേസ് ചെയ്യാനെന്നൊക്കെ ഉള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പോർഷനും രണ്ടെണ്ണം ഉണ്ടല്ലോ, അതായത് ബട്ടൺ വരുന്നതും ഹോൾ വരുന്നതും, അത് രണ്ടും ഒരേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ബാക്ക് പീസും വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മാർക്ക് ചെയ്തൊക്കെ എടുക്കാനുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് കാണാവേ. അപ്പം ഞാനിവിടെ ഫ്രണ്ടിലത്തെ രണ്ട് പീസും ഫേസ് ടു ഫേസ് വെച്ചിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ മുകളിലേക്ക് ബാക്കിലത്തെ പീസും വെച്ച് കൊടുക്കുകയാണ്.
അപ്പോൾ നമ്മൾ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തത് ബാക്ക് പീസിലാണല്ലോ. അപ്പോൾ ജസ്റ്റ് അതേപോലെ എവിടെയാണോ കട്ടിങ് വരേണ്ടത് എന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഫ്രണ്ടിൽ ഞാൻ ഓൾമോസ്റ്റ് ഒരു 3 ഇഞ്ചോളം ഡെപ്ത്ത് കൊടുക്കുന്നുണ്ട്, ബാക്കിൽ 1 ഇഞ്ച് ഇത്രേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ബട്ടൺ ഹോൾ വരേണ്ടടുത്ത് ഞാൻ കൃത്യമായിട്ട് സ്പേസ് കൊടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. എവിടെയെല്ലാം ബട്ടൺ വേണം എന്നുള്ളതിൻ്റെ സ്പേസ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ഇതെങ്ങനെയാണ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അതായത് ഈ ബട്ടൺ വെക്കുന്ന ആ ഒരു പ്രോസസ്സ് മാത്രമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടു നോക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നും. അപ്പോൾ ഈ മാർക്ക് ചെയ്തതിൻ്റെ അവിടെ ഞാൻ ഈ ബട്ടൺ വെച്ചിട്ട് എനിക്ക് ആ സ്പേസ് ഉണ്ടല്ലോ, ബട്ടൺ ഹോൾ വരേണ്ട സ്പേസ്, അതിനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ആ 2 ഇഞ്ച് വീതിയിലുള്ള ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ നീളത്തിന്. അപ്പോൾ അത് ഞാൻ ഫോൾഡ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഫോൾഡ് ചെയ്യാന്ന് പറയുമ്പോഴത്തേന് ഈ 2 ഇഞ്ചിനെ 2 സൈഡിലേക്കും ഇതേപോലെ 2 സൈഡിൽ നിന്നും 1.5 ഇഞ്ച് മടക്കിയിട്ട്, അപ്പോൾ നമുക്ക് ആ 1 ഇഞ്ചിൻ്റെ സ്ട്രിപ്പ് പോലെ വരും. എന്നിട്ട് അതിനെ വീണ്ടും നമ്മൾ ഫോൾഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 1/2 ഇഞ്ചിൻ്റെ ഇതുപോലെ ഫോൾഡ് കിട്ടും. കാണുന്നുണ്ടല്ലോ അല്ലേ? ഇത് പറയുമ്പോൾ ചിലപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും കേൾക്കുമ്പോഴത്തേനും, പക്ഷേ നിങ്ങളത് ചെയ്യുമ്പോഴത്തേനും അത് സോൾവ് ആയി കിട്ടും കേട്ടോ. അപ്പം ഒരുപാട് പേരിങ്ങനെ എന്താ പറയുക, ടെൻഷനാണ്, പേടിയാണ്, തയ്ക്കാൻ പേടിയാണെന്നൊക്കെ പറയുന്നവർ ജസ്റ്റ് അത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആ പേടിയും കാര്യങ്ങളും എല്ലാം മാറുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ബട്ടൺ ഹോൾ വരേണ്ടത് മെയിൻ ക്ലോത്തിൽ നമ്മൾ ബട്ടൺ ഹോൾ എവിടെയാണ് വരേണ്ടതെന്നുള്ളത് മാർക്ക് ചെയ്തല്ലോ. അപ്പോൾ അതും നമ്മൾ ആ സ്ട്രിപ്പ് എടുത്തില്ലേ, 2 ഇഞ്ചിൻ്റെ സ്ട്രിപ്പ്, അതിൻ്റെ സെൻറ്റർ പോർഷന് ഒരുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് വെച്ചേക്കുക. എന്തെങ്കിലും എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് മുകളിൽ തൊട്ട് താഴെ വരേക്കും വെച്ചേക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ എന്നാൽ മാത്രമേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാതെ കറക്റ്റായിട്ട് നമുക്ക് ആ ഹോള് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണേ. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരല്പം സമയം എടുത്താലും കുഴപ്പമില്ല. കാര്യം ആ നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി പാടാണ്. എന്നുവെച്ചാൽ നമ്മൾ ഈ ഫോൾഡിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വേണമല്ലോ ഇത് കൃത്യമായിട്ട് പോയിൻ്റ് ചെയ്ത് പിന്നൊക്കെ വെച്ച് സെക്യൂർ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനൊരിത്തിരി സമയം എടുത്ത് ചെയ്താലും വിഷയമില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തയ്ച്ചു കൊടുക്കാം. തയ്ച്ചു കൊടുക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, ഈ ഫോൾഡെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചേക്കുക കൈകൊണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ മെഷീനിൽ തയ്ക്കുന്ന സമയത്ത് നമ്മൾ അറിയാണ്ട് ഫോൾഡിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ തയ്ച്ചെന്ന് വരാം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് ഈ ഫോൾഡൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേന് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലോക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ബട്ടൺ ഹോളിൻ്റെ സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസ് ഒഴികെ ബാക്കി എല്ലായിടത്തും സ്റ്റിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഞാനത് താഴത്തെ ഫോൾഡൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുകയാണ് ഇതിൻ്റെ ഇടവഴി, അതാ ഇതൊന്നും കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെക്ക് സ്റ്റാർട്ട് ചെയ്തെടുത്തുകൊണ്ട് ഫസ്റ്റ് ബട്ടൺ വരേക്കും സ്റ്റിച്ച് ചെയ്ത് കൊണ്ട് നിർത്തി അവിടെ ലോക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെ തന്നെ ബട്ടൺ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അവിടെ ലോക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പതുക്കെ ക്ലോത്തിനെ നീക്കി കൊടുത്തിട്ട് ആ ബട്ടൺ ഹോൾ ഉണ്ടല്ലോ, ആ സ്പേസ് അത് അവസാനിക്കുന്നിടത്തുനിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോഴും ലോക്ക് ചെയ്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-2 സ്റ്റിച്ച് ഇതിൻ്റെ മേളിൽ കൂടെ വീണ്ടും കൊടുക്കുക. അതാകുമ്പോൾ കുറച്ചും കൂടെ ഉറപ്പായിരിക്കും തയ്യൽ. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ബട്ടൺസ് ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേനും ഈ തയ്യൽ അഴിഞ്ഞു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ 1-2 പ്രാവശ്യം ഈ പ്രോസസ്സ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എവിടം വരേക്കും നമ്മൾ ബട്ടൺസ് കൊടുത്തിട്ടുണ്ടോ അവിടെ വരേക്കും ഇതേപോലെ തയ്ച്ചു കൊണ്ടുവരിക കേട്ടോ. അങ്ങനെ നമ്മൾ ഹോളെല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 റോ എഡ്ജുണ്ട്. അതായത് നമ്മൾ ആ 2 ഇഞ്ച് മടക്കിയെടുത്ത ആ വശവും മെയിൻ ക്ലോത്തിൻ്റെ സൈഡത്തെ ആ വശവും, ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് മെഷീനിൽ അടിച്ചെടുക്കുക എന്നുള്ളതേ ഉള്ളൂ ഇനി പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ മറ്റേ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇതിനകത്ത് അധികം എക്സ്പ്ലനേഷൻ ഒന്നും ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ 2 റോ എഡ്ജും ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ഈ ബട്ടണില്ലേ, നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ബട്ടൺ, അതൊന്ന് വെച്ച് ഇതൊന്നിനകത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. സ്മൂത്തായിട്ട് പോകണുണ്ടോ അതോ ടൈറ്റ് ആണോ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അതായത് 2-3 പ്രാവശ്യം ഞാൻ അടിക്കണം എന്ന് പറഞ്ഞില്ലേ, അതിന് മുന്നേ അത് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ വീഡിയോ കാണുന്ന പോലെ ആ 2 സൈഡും മടക്കി
കൃത്യമായിട്ട് പിടിച്ച് ഇനി തയ്ച്ചെടുക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബട്ടൻ്റെ ആ ഒരു പ്രോസസ്സ് എല്ലാം നമുക്കിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ഷോൾഡർ ജോയിൻ ചെയ്യണം, നെക്ക് ഫിനിഷ് ചെയ്യണം, സ്ലീവ് അറ്റാച്ച് ചെയ്യണം, സൈഡ് അടിക്കണം, ബോട്ടം മടക്കി അടിക്കണം, അത്രയേ ഉള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരെയ്ക്കും ടാറ്റാ.